ഇറാന് മുന്നിലുള്ള പല സാധ്യതകളുണ്ട്. ഇത്ര കടുത്തൊരു ആക്രമണം നേരിട്ട സ്ഥിതിക്ക് അമേരിക്കയ്ക്കൊപ്പം ഇസ്രയേലിന് മറുപടി നൽകാൻ പല വഴികളുണ്ട്. ഒന്നുകിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നു പോയ പോലെ ഇസ്രയേലിന് നേരെ കൂടുതൽ ശക്തമായ മിസൈൽ ആക്രമണത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ മധ്യ ഏഷ്യയിൽ 19 ഇടങ്ങളിലായുള്ള അമേരിക്കയുടെ എയർ ബേസുകളെ ഒപ്പം സൈനിക താവളങ്ങളെ 19 താവളങ്ങളാണ് അമേരിക്കയ്ക്ക് ഈ മധ്യേഷ്യൻ മേഖലയിൽ വിവിധ രാജ്യങ്ങളിലായി ഉള്ളത്. ആ ഇടങ്ങളെ അമേരിക്കയുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക. അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായത്, ഒരുപക്ഷെ ലോകമാകെ ആശങ്കയോടെ നോക്കിക്കാണുന്നതും ഹോർമൂസ് കടലിടുക്ക്, ആ തന്ത്രപ്രധാന പാത അടയ്ക്കുക എന്നതാണ്. കപ്പൽ ഗതാഗതത്തിൽ, വലിയ ചരക്ക് നീക്കത്തിൽ, എണ്ണ നീക്കത്തിൽ, വാതക നീക്കത്തിലൊക്കെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഇറാൻ പോകും. ആ തീരുമാനം ഇറാൻ പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. ഇനി പരമോന്നത നേതാവിന്റെ ഒരു സമ്മതം കൂടി മാത്രം മതി എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഇതിനു മുൻപും പല ഘട്ടങ്ങളിലും ഇറാൻ ഇത്തരത്തിൽ ഈ ഹോർമൂസ് കടലിടുക്ക്, അവരുടെ നിയന്ത്രണത്തിലുള്ള ഈ കപ്പൽ പാത അടയ്ക്കുമെന്ന ഭീഷണി ഉയർത്തിയിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ കൂടുതൽ സമ്മർദ്ദം അമേരിക്ക ചെലുത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് ഈ കടലിടുക്കിന്റെ പ്രത്യേകത എന്നാണ് നോക്കേണ്ടത്. ഈ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ, ഇറാനപ്പുറത്ത് ഒമാൻ, UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഈ പേർഷ്യൻ കടലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു കവാടം എന്ന് തന്നെ പറയാം ഈ ഹോർമൂസ് കടലിടുക്ക്. 33 മുതൽ 39 കിലോമീറ്റർ വരെയാണ് ദൈർഘ്യം. അതിൽ തന്നെ 3 കിലോമീറ്റർ മാത്രമാണ്, വളരെ ഇടുങ്ങിയതാണ് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ പാത. ഈ പ്രദേശത്ത് ഈ 39 മുതൽ 33 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള ഈ പാതയിൽ 3 കിലോമീറ്റർ മാത്രമാണ് ഈ കപ്പൽ പാത എന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇവിടുത്തെ കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കുവാനും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുവാനും ഒക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്നതും പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ തന്ത്രപ്രധാനമായ കടലിടുക്കിനെ നിയന്ത്രിക്കുക, അതുവഴി ലോകത്തെ ആകെ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരിക, ഈ ആക്രമണങ്ങളെ തടുത്തു നിർത്തുക എന്നതായിരിക്കും ഇറാന്റെ ലക്ഷ്യം. പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളായ, എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളായ UAE ആയാലും ഖത്തർ ആയാലും കുവൈറ്റ് ആയാലും ഒക്കെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വരുന്നത്, അത് അറബിക്കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഒക്കെ പ്രവേശിക്കുന്നത് ഈ കപ്പൽ കവാടമായ, എണ്ണയുടെ വാതിലായ ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ദർബാസ് തുറമുഖം സ്ഥിതി ചെയ്യുന്നതും ഈ കടലിടുക്കിലാണ്. ഇന്ത്യയിൽ നിന്നും അടക്കം ഇപ്പോൾ ചരക്ക് ഗതാഗതം, പ്രധാനമായും ഇന്ത്യയും ഇറാൻ തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം വാണിജ്യ ബന്ധമാണ്. ആ ബന്ധത്തിൽ നിർണായകമായ ചരക്ക് നീക്കം നടക്കുന്നതും ബന്ദർബാസ് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചില ചർച്ചകളിൽ ഈ ബന്ദർബാസ് തുറമുഖത്തിന് പകരം ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ മറ്റ് തുറമുഖങ്ങളെ, ഇറാനിലെ തന്നെ മറ്റ് തുറമുഖങ്ങളിലേക്ക് ഇന്ത്യ ശ്രദ്ധ ചെലുത്തണം എന്ന നിർദ്ദേശം പല കപ്പൽ കമ്പനികളും ഒപ്പം ഈ ഓഹരി നിക്ഷേപകരടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ ആശങ്കയാവുന്നത് ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, UAE തുടങ്ങിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ നീക്കം, അത് ലോക ഭൂപടത്തിലെ തന്നെ എണ്ണ വിനിമയം നോക്കിയാൽ, എണ്ണ വ്യാപാരം നോക്കിയാൽ അതിൻ്റെ 1/5% നടക്കുന്നത് ഈ കടലിടുക്ക് വഴിയാണ്, ഹോർമൂസ് കടലിടുക്ക് വഴിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ചരക്ക് നീക്കം നിന്നാൽ അത് പ്രത്യക്ഷത്തിൽ ബാധിക്കുക ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണവില, ഇന്ധനവില ഉയരാൻ വലിയ തോതിൽ കാരണമാകും. ഒപ്പം ഈ എണ്ണ ഉൽപ്പാദക രാഷ്ട്രങ്ങൾക്കും വലിയ വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ GCC രാഷ്ട്രങ്ങളും ഇറാൻ അത്തരം ഒരു കടുത്ത തീരുമാനമെടുത്താൽ അതിൽ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ പാതയുടെ പ്രത്യേകതകളാണ്. എങ്ങനെയാണ് ഈ പാത എണ്ണ നീക്കത്തിന്റെ വാതിലാകുന്നു? 39 കിലോമീറ്റർ വരെ വീതിയുള്ള പാതയാണ്. പ്രതിദിനം 2 കോടി ബാരൽ അസംസ്കൃത എണ്ണയാണ് ഇതുവഴി വിനിമയം ചെയ്യപ്പെടുന്നത്. എണ്ണ മാത്രമല്ല, വാതകവും ഒപ്പം തന്നെ ചരക്കുകളും ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളിലേക്ക്, GCC രാഷ്ട്രങ്ങളിലേക്കൊക്കെ പ്രധാനമായും ചരക്കെത്തുന്നത്, മറ്റ് വ്യഞ്ജന സാധനങ്ങളൊക്കെ എത്തുന്നത്, ഇന്ത്യയിൽ നിന്നടക്കം ചരക്കെത്തുന്ന പ്രധാന മാർഗം കൂടിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷം അത് ഉടലെടുത്ത ശേഷം, അല്ലെങ്കിൽ അത് രൂക്ഷമായ ശേഷം വ്യോമപാത വഴിയുള്ള ഗതാഗതത്തിൽ വലിയ ചിലവേറിയ സാഹചര്യത്തിൽ കൂടി ഇനി ആശ്രയിക്കാവുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് മാത്രമാണ്. മാത്രവുമല്ല, ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ടില്ലാത്ത, ഒരു കടൽപാത ഇല്ലാത്ത ഇടങ്ങൾ കൂടിയാണ് ഈ ഹോർമൂസ് കടലിടുക്കൽ. പേർഷ്യൻ കടലിൻ്റെ ചുറ്റും സ്ഥിതി ചെയ്യുന്ന കുവൈറ്റ് അടക്കമുള്ള UAE അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മറ്റേതെങ്കിലും ഒരു കപ്പൽ പാത ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 കിലോമീറ്റർ വീതിയുള്ള കപ്പൽ പാതയ്ക്ക്, ഹോർമൂസ് കടലിടുക്കലെ കപ്പൽ പാതയ്ക്ക് അത്രയേറെ പ്രാധാന്യം ലഭിക്കുന്നതും. 39 കിലോമീറ്ററാണ് ഇതിൻ്റെ ഏറ്റവും കൂടിയ വീതി, 33 ആണ് ഏറ്റവും കുറഞ്ഞ ഇടുങ്ങിയ പ്രദേശത്തെ വീതി എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഗ്യാസ്, പെട്രോളിയം, ഡീസൽ, വളം
എല്ലാം നമ്മൾക്ക് ഇന്ത്യ അടക്കം ഏറ്റവും ശ്രദ്ധേയമായി അവിടെ നിന്നുള്ള ചരക്കുകൾ സ്വീകരിക്കുകയും ഇവിടെ നിന്ന് ചരക്കുകൾ GCC രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ പ്രവാസികൾക്കടക്കം അവരുടെ രാജ്യത്തേക്ക് കുവൈറ്റിലേക്കും UAE-യിലേക്കുമൊക്കെ ഉൽപ്പന്നങ്ങൾ നാട്ടിൽ നിന്നടക്കം ഇന്ത്യയിൽ നിന്നടക്കം കേരളത്തിൽ നിന്നടക്കം ഉൽപ്പന്നങ്ങൾ പോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ് ഇങ്ങനെയെങ്കിൽ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ അതുവഴി അടയാൻ പോകുന്നത്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 60% നിലയ്ക്കുമെന്നതാണ് മറ്റൊരാശങ്ക. അതുതന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംഘർഷം ഉടലെടുത്ത സമയം മുതൽ സ്വർണത്തിന്റെ വില കയറുന്നത് നമ്മൾ കാണുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിക്ഷേപമായി സ്വർണം മാറുന്നു, അതേസമയം എണ്ണ വില കൂടുന്നു. ഇത് കൂടുതൽ രൂക്ഷമാകും, എണ്ണയുടെ ലഭ്യത കുറയും, അത് വിപണിയിൽ വലിയ വിലവർദ്ധനയിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ കടലിടുക്ക് ഇത്രയേറെ വാർത്താ പ്രാധാന്യം നേടുന്നതും. ലോകമാകെ ഈ GCC രാഷ്ട്രങ്ങളടക്കം ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ എണ്ണ ഉപഭോക്താക്കളായ രാജ്യങ്ങളും എണ്ണ ഉൽപ്പാദകരായ രാജ്യങ്ങളും ഒരേപോലെ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയാണ് ഈ കടലിടുക്കിലെ തീരുമാനം. അത് ഇറാൻ അടയ്ക്കുമോ ഇല്ലയോ എന്നത്. മുമ്പ് 2019 ഇതേ സമാനമായ ഒരു സമ്മർദ്ദം ഇറാൻ മുന്നോട്ട് വെച്ചതാണ്. ആ ഘട്ടത്തിൽ അമേരിക്കയുടെ യുദ്ധ കപ്പലുകളടക്കം ഈ മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ട് മറുസമ്മർദ്ദ തന്ത്രത്തിലൂടെയാണ് അതിനെ മറികടന്നത്. ഒരുപക്ഷേ ഇന്ത്യ ഈ ചബഹാർ തുറമുഖത്തെ ബന്ദർബാസ് എന്ന ഈ പ്രധാനപ്പെട്ട തുറമുഖം വരുന്നത് ഹോർമൂസ് കടലിടുക്കിലാണെങ്കിൽ അതിനപ്പുറത്താണ് ചബഹാർ എന്ന തുറമുഖം വരുന്നത്. ആ തുറമുഖത്തിന് ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ഇന്ത്യ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു തുറമുഖം കൂടിയാണ്. ഇന്ത്യയുടെ കൂടി പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന അവിടത്തേക്കുള്ള റെയിൽപാത അടക്കം ഇന്ത്യ നിർമ്മിച്ചു നൽകിയാണ്. അതുകൊണ്ട് തന്നെ ബന്ദർബാസ് എന്ന ഈ കടലിടുക്കിലെ പ്രധാനപ്പെട്ട തുറമുഖം വിട്ട് ചബഹാറിലേക്ക് ഒരുപക്ഷെ ഇന്ത്യ ചരക്കു നീക്കം കേന്ദ്രീകരിക്കും എന്ന ആലോചനകളുണ്ട്. അത്തരത്തിലൊരു തീരുമാനം ഒരുപക്ഷെ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ ഇന്ത്യ നിലപാടിലേക്ക് പോകും. ചബഹാർ തുറന്ന് അവിടേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ചാൽ പോലും എണ്ണ വിലയിൽ കാര്യമായ വർധന ഉണ്ടാകുമെന്നത് തന്നെയാണ് നമ്മുടെ ആശങ്ക.